ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും ഒന്നാമതായിരിക്കുന്നു. റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്തേക്ക് തിരികെ വന്നിരിക്കുന്നു. തുടർച്ചയായി ഒരു 3 ആഴ്ചയോളം ഏതാണ്ട് റിപ്പോർട്ടർ ചാനൽ ഒന്നാമതായിരുന്നു. അവിടെ നിന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് പോകുന്നത്. അതിന് പിന്നാലെ ഏഷ്യാനെറ്റിൽ ഒരു വലിയ കുതിപ്പുണ്ടായിരിക്കുന്നു. റിപ്പോർട്ടർ ഒന്ന് പിന്നാക്കം വന്നിരിക്കുന്നു. പഴയ ഏഷ്യാനെറ്റിൻ്റെ ജേർണലിസ്റ്റായിരുന്ന ജിമ്മി ജെയിംസ് റിപ്പോർട്ടറിലേക്ക് വന്നിരിക്കുന്നു. ഈ മാറ്റങ്ങളെ കൊണ്ടാണോ ഈ റിപ്പോർട്ടർ രണ്ടാമതും തിരികെ ഒന്നാമതായിട്ട് ഏഷ്യാനെറ്റ് എത്തുകയും ചെയ്തിരിക്കുന്നത്? അല്ല, ഇതിലിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു റിപ്പോർട്ടർ കുറച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ട ചില ഗ്രാഫിക്സുകൾ, അവരുടെ ചില ഗിമിക്കുകൾ ഒക്കെ ഉപയോഗിച്ചാണ് അവർ ഒന്നാം സ്ഥാനത്ത് എത്തിയത്. പക്ഷേ ഈ കണ്ടൻറ് വൈസിൽ എപ്പോൾ നോക്കിയാലും ഏഷ്യാനെറ്റ് തന്നെയാണ് കണ്ടൻറ്റിൽ ഒന്നാമത്. കാരണം റിപ്പോർട്ടർ ഈ പറഞ്ഞതുപോലെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ വെറുതെ വാരി വലിച്ച് ബഹളമുണ്ടാക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു ക്രെഡിബിളായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന എപ്പോഴും ഏഷ്യാനെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ സാധാരണക്കാരായ പ്രായമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രേക്ഷകരെല്ലാം തന്നെ ഏഷ്യാനെറ്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ അടുത്ത കാലത്തുണ്ടായ യുദ്ധം, അങ്ങനെ ചില വിഷയങ്ങൾ വന്നപ്പോഴാണ് ചില റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്തെത്തിയത്. പക്ഷേ ഇപ്പോൾ നിലമ്പൂരിലേക്ക് എത്തിയപ്പോൾ പല ചാനലുകളുടെയും റേറ്റിങ്ങിൽ വ്യത്യാസം വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ 91 പോയിൻ്റാണ് ഉള്ളത്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. റിപ്പോർട്ടർ 86 പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്തേക്ക് എത്തി. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് തമ്മിലുള്ള അന്തരം ഏകദേശം 5 പോയിൻ്റാണ്. അത് വളരെ പെട്ടെന്ന് ഇനി റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന് 24 റിപ്പോർട്ടറിൽ നിന്ന് 10 പോയിൻ്റ് പിന്നിൽ 76 പോയിൻറ്റുമായി നിൽക്കുകയാണ്. മനോരമ ന്യൂസിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. മനോരമ ന്യൂസ് അത്യാധുനിക രീതിയിലുള്ള ഗ്രാഫിക്സ് സംവിധാനം കൊണ്ടുവന്നു. അതിനുശേഷം അവരുടെ റേറ്റിംഗ് ഇപ്പോൾ 42%. അത് ആദ്യഘട്ടത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയെങ്കിലും പിന്നീട് അത് ഇപ്പോൾ എല്ലാവരും അത് യൂസ്ഡായി. കാരണം മനോരമയുടെ പണ്ട് മുതലേ കാണുന്ന ഫ്രെയിമൊക്കെ മാറി പെട്ടെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും എല്ലാവരും അതിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. അത് മാത്രമല്ല അതിന് ഉയർച്ച ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. മാതൃഭൂമി ന്യൂസും വലിയ കുഴപ്പമില്ലാതെ 38 പോയിൻറ്റുമായി 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ന്യൂസ് മലയാളം 24/7 എന്ന് പറഞ്ഞ ചാനലാണ് ഒരു വർഷം കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കിയത്. അവർ മാതൃഭൂമിക്ക് തൊട്ട് പിന്നിലായി 27 പോയിൻറ്റുമായി നിൽക്കുകയാണ്. ഇത്തവണ ഈ കൈരളി ന്യൂസ് ജനം ടി വിക്ക് മുകളിലെത്തി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം എപ്പോഴും കൈരളി ന്യൂസ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇലക്ഷൻ സമയത്താണ്, അല്ലെങ്കിൽ നവകേരള സദസ്സ് പോലുള്ള പരിപാടികൾ, ഈ മുഖ്യമന്ത്രിയുടെ ബസ്സിൽ പോകുന്ന അത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ വരുമ്പോൾ കൈരളി ന്യൂസ് ജനത്തിനെ മറികടക്കാറുണ്ട്. കാരണം പൊളിറ്റിക്കലായി അത് കൂടുതൽ പേരിലേക്ക് കൈരളി എത്തുന്നതിൻ്റെ ഒരു തെളിവാണത്. അപ്പോൾ ജനം ടി വിയും കൈരളിയും തമ്മിൽ നേരിയ വ്യത്യാസമാണുള്ളത്. 19 പോയിൻറ്റ് സംതിങ് എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ന്യൂസ് 18 കേരള പതിവ് പോലെ 14 പോയിൻറ്റുമായി അതിന് താഴെയുണ്ട്. ഏറ്റവും പിന്നിലായി മീഡിയ 1 7 പോയിൻറ്റുമായി മീഡിയ 1 നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ഒരു മാറ്റം എല്ലാവരിലുമൊക്കെ ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടികൾ, അതിൽ ഏഷ്യാനെറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളിലൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ ഉണ്ണി ബാലകൃഷ്ണൻ പോയതോടുകൂടി എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് റിപ്പോർട്ടറിൽ കുറച്ച് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. റിപ്പോർട്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പ്രിയൻ. അതുകൊണ്ട് തന്നെ എന്താണ് അതിന് പ്രിയൻ്റെ ഒരു വില? ഉണ്ണി സാർ എന്ന് പറയുന്ന ഒരു വിജ്ഞാന കേന്ദ്രമാണ്. അദ്ദേഹം വളരെ അറിവുള്ള ഒരു മനുഷ്യനാണ്. ഉണ്ണി ബാലകൃഷ്ണൻ ഞാൻ ഉണ്ണി സാർ എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരികയുള്ളൂ പെട്ടെന്ന്. അപ്പോൾ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ ഒരു കേന്ദ്രമാണ്, ഒരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയാം. ഏത് കാര്യത്തിനെ പറ്റിയും കൃത്യമായ ബോധ്യമുണ്ട്. ഞാനൊക്കെ അദ്ദേഹത്തെ കണ്ടുപഠിക്കുക അനുകരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് വായനയുടെ കാര്യത്തിലൊക്കെ ഫോളോ ചെയ്യുക. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മോദി ഇപ്പോൾ 3ാമത് അധികാരത്തിൽ വരുന്ന സമയത്ത് അതിന് മുന്നേ ചില വിലയിരുത്തലുകൾ നടത്തി. അന്ന് എല്ലാവരും അദ്ദേഹത്തെ ട്രോളി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സെൻറ്റൻസുകളും അതെല്ലാം വീഡിയോസ് എല്ലാം അവർ എടുത്തു വെച്ചിരുന്നു. കാരണം മൃഗീയമായ ഭൂരിപക്ഷത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ട്രോളാൻ വെച്ചിരുന്നതാണ്. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ആ അസസ്മെൻറ്റ് കറക്റ്റായി. അതുകൊണ്ട് ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നവർക്ക് അതെടുത്ത് പുറത്തു വിടാൻ പോലും പറ്റാതായി. അതായത് ഒരു എക്സ്പീരിയൻസ് ആണ്, ജേർണലിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ പറയുന്ന ടെലിവിഷൻ ചരിത്രത്തോളം തന്നെ, ഈ ടെലിവിഷൻ്റെ ഈ കേരളത്തിലെ ചരിത്രത്തോളം തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അതായത് ആ കാലഘട്ടം, ഏത് കാലഘട്ടം, വളരെ മുമ്പ് അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിലേക്ക് അദ്ദേഹം റിപ്പോർട്ടറായിട്ടും വലിയ ജേർണലിസ്റ്റായിട്ടൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽ ജേർണലിസ്റ്റാണ് പുള്ളിക്കാരനെ. ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത് ബ്യൂറോയിലൊക്കെ ജോലി ചെയ്ത് കൃത്യമായിട്ട് പടിപടിയായി കയറി വന്ന ആളാണ്. കലാകൗമുദിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അപ്പോൾ അത്രയേറെ അറിവുണ്ട്. നന്നായി വായിക്കുന്ന ആളാണ്.
വളരെ വളരെ സീരിയസ് ആയിട്ട് റീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്രയും അറിവുള്ള ഒരു മനുഷ്യനാണ് റിപ്പോർട്ടർ വിട്ടിട്ട് പോയിരിക്കുന്നത്. പക്ഷെ അവിടേക്ക് തിരിച്ചു വന്ന ഒരാൾ അത്ര ചില്ലറക്കാരനൊന്നുമല്ല, ജിമ്മി ജെയിംസ് ആണ്. ജിമ്മി ജെയിംസ് ഇതുപോലെ തന്നെയാണ്. നമ്മൾക്ക് വിചാരിക്കാത്ത ചില ഘടകങ്ങൾ ചില ഘട്ടത്തിലേക്കൊക്കെ ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിവുള്ള വളരെ കൂർമ്മ ബുദ്ധിയുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് ജിമ്മി ജെയിംസ്. പക്ഷേ രാഷ്ട്രീയത്തോട് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. അദ്ദേഹം വന്നിരുന്ന ആദ്യ ദിവസത്തെ ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ വിശേഷിപ്പിച്ച ഈ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൻ്റെ ആയിരുന്നു, അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. തെമ്മാടി രാജ്യം, അക്രമി രാഷ്ട്രം എന്നൊക്കെയാണ് ഈ ജിമ്മി ജെയിംസ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഇസ്രായേൽ വിരുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അതാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷക്കാരൻ മാത്രമല്ല, ഈ ജിഹാദികളെയൊക്കെ പിന്തുണയ്ക്കുന്ന ആൾ കൂടിയാണ്. ഈ പറയുന്ന ഒരു മൗദൂദി ലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് എന്ന് പറയേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് ഈ പറയുന്ന ജിമ്മി ജെയിംസ്. കമ്മ്യൂണിസ്റ്റാണ്, അതിൽ സംശയമില്ല. കമ്മ്യൂണിസ്റ്റുകളായിരിക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ സ്വഭാവം അറിയാമല്ലോ, ഏത് തരത്തിലാണെന്നവർ. ആ ഒരു നിലപാടുള്ള ആളാണ്. അപ്പോൾ പക്ഷേ ഉണ്ണിസാർ അങ്ങനെയല്ല കേട്ടോ. ഉണ്ണിസാറിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷമാണ്, ചെറിയൊരു ഇടത് ചായ്വ് ഉണ്ടെങ്കിലും അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജേർണലിസത്തിനകത്ത് വെള്ളം ചേർക്കില്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല, കൃത്യമായിട്ടുള്ള നിലപാട് തന്നെ പറയും. പക്ഷെ ആരുടെയും പക്ഷം പിടിക്കാറുമില്ല. എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം തന്നെയാണ്. പിന്നെ അവിടെ ഈ പറയുന്ന അതുകൊണ്ട് ജിമ്മി ജെയിംസ് വന്നതുകൊണ്ട് അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വാക്വം ഫില്ല് ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷേ ഉണ്ണിസാറിൻ്റെ അറിവിനോളം വരുമോ എന്ന് ചോദിച്ചാൽ ഉപ്പിനോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് പറയാനേ കഴിയുള്ളൂ. അത്രയും അന്തരം അവിടെ ഉണ്ടായിരിക്കും. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ജിമ്മി ജെയിംസ് എത്തിയതുകൊണ്ട് ഒരു വിടവ് അവിടെ അടയാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. കുറച്ചൊന്ന് കുറയ്ക്കാൻ കഴിയും. പക്ഷേ ബാക്കിയുള്ള ബാലൻസിങ് മെറ്റീരിയലെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടറിന് കാമ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നോട് വിയോജിപ്പുണ്ട്. ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം കൃത്യമായിട്ട്. ഈ പറയുന്ന അരുൺകുമാറിൻ്റെ ഷോ, അത് കോഫി വിത്ത് അരുൺ, അത് ഏറ്റവും റേറ്റിംഗ് ഉള്ളതാണ്. ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ 7 അയലത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അത്രയും ഊർജ്ജം അരുൺകുമാറിൻ്റെ അത്രയും ഊർജ്ജം അവിടെ മറ്റാർക്കും കിട്ടുന്നില്ല എന്നുള്ള ഈ പറയുന്ന. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ കണ്ടന്റ് ബേസ് നോക്കിയാൽ ഇപ്പോൾ 2050 പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു പത്രത്തിൻ്റെ ഒരു പരസ്യം വന്നപ്പോൾ അന്ന് അരുൺകുമാർ എടുത്താൽ അതുപോലെ വായിക്കുകയാണ് ചെയ്തത്. അതേ സമയം PG സുരേഷ് കുമാർ അത് കൃത്യമായി അത് വിലയിരുത്തി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സമീപനങ്ങളുടെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ സുജയുടെ പ്രോഗ്രാം എത്ര ആൾക്കാർക്ക് എത്ര പ്രിയമാണെന്നറിയാമോ? അത് ഓരോരുത്തരും ഇരുന്ന് കാണുന്നത്. സുജയുടെ അവതരണ ശൈലി നല്ല ജ്ഞാനവും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അവതരണത്തിൻ്റെ പ്രത്യേകതയായാലും ശരി തന്നെ, അറിവുണ്ട്, കൃത്യമായി റെഫർ ചെയ്യാനറിയാം, കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഒരു നിലപാട്, ആ രാഷ്ട്രീയത്തിൻ്റെ തെളിമ അങ്ങോട്ട് കയറി വരുന്നതുമല്ല. സ്മൃതി പരുത്തിക്കാടിൻ്റെ ഡിബേറ്റിലാണല്ലോ കൂടുതൽ. പിന്നെ അവർ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മറ്റു ഉത്തരവാദിത്തങ്ങളും കൂടി ഉണ്ട് എന്നുള്ളതാണ്. സ്ക്രീൻ സ്പേസിൽ മാത്രമല്ല സ്മൃതി പരുത്തിക്കാട് നിൽക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സിന്ധു സൂര്യകുമാറിനെ എത്രത്തോളം വിലയിരുത്താൻ കഴിയും അവരുടെ ജേർണലിസത്തെ? കാരണം അവർക്ക് ജേർണലിസത്തിന് ഉപരിയായിട്ട് മറ്റു ചില കാര്യങ്ങളിൽ കൂടി അവർക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അത് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ആ ഒരു കാര്യത്തിൽ സ്മൃതി പരുത്തിക്കാട് വൻ വിജയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള ഒരു ഘട്ടത്തിൽ അവർ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡിബേറ്റും വളരെ ശ്രദ്ധേയപരമായി ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കൂ, ഏഷ്യാനെറ്റിൽ എന്താണ് പറ്റിയത്? ഏഷ്യാനെറ്റ് കാലത്തിനനുസരിച്ച് വൈബ്രൻ്റ് ആവുന്നതിൽ ചെറിയൊരു വീഴ്ച വന്നു. അതായത് പുതിയ ജനറേഷനെ കയ്യിലെടുത്തു. ഈ പറയുന്ന അരുൺകുമാറും സുജയ പാർവതിയൊക്കെ കൂടെ പുതിയ ജനറേഷനെ കയ്യിലെടുക്കുമ്പോൾ സ്മൃതി പരുത്തിക്കാട് ഗൗരവമുള്ള ചർച്ച ചെയ്തിട്ട് അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും കടന്നു ചെല്ലാൻ കഴിയുന്നു. പക്ഷേ എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് ആ ഒരു നിലയിലേക്ക് പുതിയ ജനറേഷനെ ഒപ്പം കൂട്ടാൻ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ജനപ്രിയമായി മാറാനുള്ള പരിപാടികൾ ചെയ്തില്ല? എനിക്ക് തോന്നുന്നു ഒരു ഫോർമൽ രീതികൾ ഇപ്പോഴും ഏഷ്യാനെറ്റ് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്രിയൻ പറഞ്ഞത് വളരെ വസ്തുതയാണ്. കാരണം ഈ ദൂരദർശൻ ആദ്യം കൊണ്ടുവന്നൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഫോർമാറ്റിൻ്റെ ഒരു ആത്മാവ് ഏഷ്യാനെറ്റിലും നിലനിൽക്കുന്നു. വളകനന്ദ ഉൾപ്പെടെയുള്ള അങ്ങനെ കുറേ ജേർണലിസ്റ്റുകളെ എടുത്ത് പരിശോധിച്ചാലും അവർ ആ ഒരു തലത്തിൽ നിന്ന് അവർക്ക് മാറാൻ എന്തോ ഒരു ഫ്ലെക്സിബിൾ ആകാൻ പറ്റുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ചെറുപ്പക്കാരായ വാർത്ത വായനക്കാരൊക്കെ ഉണ്ട്, അവർ കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞതുപോലെ ഇത്രയും അങ്ങോട്ട് ഇറങ്ങി കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഡ്രോബാക്കാണ്. പക്ഷേ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് സീരിയസ് പ്രേക്ഷകർക്ക് അത് തന്നെയാണ് താല്പര്യവും. അപ്പോൾ അതാണ് നിലനിർത്തിക്കൊണ്ടാണ് അവർ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സ്ഥിരം പ്രേക്ഷകരുള്ള 2 ചാനലുകളുണ്ട്. ഒന്ന് മനോരമയും മാതൃഭൂമി. കൃത്യമായിട്ട് അവർക്ക് സ്ഥിരമായിട്ടൊരു സ്ഥാനമുണ്ട്. സ്ഥിരമായിട്ടുള്ള അവർ ഈ പറയുന്ന മത്സരങ്ങളിലേക്ക് മത്സരങ്ങളിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് അവരുടേതായ വീക്ഷണത്തിൽ. മനോരമയുടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനോരമ ഇപ്പോൾ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായാലും അവർ അവരുടെ ആ സെഗ്മെൻറ്റുകൾ മുടക്കില്ല. ഇപ്പം സ്പീഡ് ന്യൂസ് ആണെങ്കിലോ അങ്ങനെയുള്ളതെല്ലാം അതുപോലെ തന്നെ പോകും.
വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി ചാനലുകൾക്കൊപ്പം സഞ്ചരിക്കത്തുള്ളൂ. അപ്പോൾ അത് ഇപ്പം നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്ക് മാത്രമായിട്ടങ്ങ് വാർത്ത പോകുമ്പം അത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം പ്രേക്ഷകരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനം. ഏഷ്യാനെറ്റിൽ പക്ഷേ ഇനിയൊരു മാറ്റം വന്ന് അവർ ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ ശൈലി പിന്തുടരുമെന്ന് പിന്നീട് തോന്നുന്നു. ഇല്ല, അതുണ്ടാവത്തില്ല. പക്ഷേ എന്നാൽ പോലും ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ രാവിലെ ഉള്ള വാർത്ത ഇപ്പോൾ ശ്രീകണ്ഠൻ നായർക്കും അരുൺകുമാറിനും ഒപ്പമൊക്കെ എത്താൻ വേണ്ടി അവരും രാവിലെ മുണ്ടെടുത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതുപോലെ എത്താൻ അവർക്ക് പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു വിശ്വാസ്യത അത് നിലനിർത്തി പോകാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.